ഷർട്ടിന്റെ ബട്ടൺസ് പാതി അയച്ചിട്ടു. ലാലേട്ടൻ സ്റ്റൈലിൽ മുണ്ടും മടക്കി കുത്തി അവൻ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ഏച്ചി വരുന്നുണ്ട് ട്ടോ. ഇവിടെ അടുത്തെത്തീണ്. പൊട്ടാ, നീ മിണ്ടരുത് കേട്ടോ. ഡബിൾ ഓക്കെ, ഞാൻ മിണ്ടത്തേ ഇല്ല. കുഞ്ഞിട്ടൻ അവന്റെ വായ ഗൗരികാണെ പൊത്തിപ്പിടിച്ചു. ഹലോ, എന്താ രണ്ടുപേർക്കും ഇവിടെ പരിപാടി? അടുത്തത്തെ ദേവ് രണ്ടുപേരോടുമായി ചോദിച്ചു. എന്നാൽ രണ്ടുപേരും അവനെ ഗൗനിച്ചതേയില്ല. കുഞ്ഞിട്ടൻ്റെ ഓല കൊണ്ട് ഗൗരിയുടെ കൈമടിയിൽ വെച്ച് വാച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഗൗരിയാണെങ്കിൽ തിരിഞ്ഞു നോക്കിയതുപോലും ഇല്ല. ഗൗരിയുടെ തിരിഞ്ഞു നോക്കാതെയുള്ള ഇരിപ്പും കുഞ്ഞിട്ടൻ്റെ മൈൻഡില്ലായ്മയും കണ്ട് ദേവിന് കലി കയറി. എന്നാലും അവനത് പുറത്ത് കാണിച്ചില്ല. വീണ്ടും അവൻ ചോദിച്ചെങ്കിലും അവർ ആ ഭാവം തന്നെ തുടർന്നു. ഷടാ, രണ്ടുപേരും ചെവി കേൾക്കാത്തവരായിരുന്നു. എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ജന്മന ഇങ്ങനെയാണോ അതോ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ട് നാട്ടിൽ തല്ലി പൊട്ടിച്ചതാണോ? ദൈവത്തിന്റെ ഒരേ കുസൃതികളെ. ഈ തങ്കക്കുടം പോലത്തെ മക്കൾക്ക് എന്തിനാ ഈ ഗതി കൊടുത്ത്? പാവം. എന്നാലും കണ്ണിച്ചോരയില്ലാത്ത ദൈവങ്ങളെ, ഈ ഏട്ടനെ സഹായിക്കാൻ വയ്യേ. ദൈവം അവരെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവന്റെ ശബ്ദം എന്താ ഇങ്ങനെ? ഇന്നലെ കുളിനാഥമായിരുന്നല്ലോ. ഇന്ന് വല്ല പാത്രത്തിലും തട്ടിയ പോലെ കട്ടി കുറച്ച് കൂടിയാണ്. സൗണ്ട് ബോക്സ് പണി പറ്റിച്ചതാവും. ആരെങ്കിലും കീറി ചൊറിയാൻ ചെന്നപ്പോൾ കൊല്ലേക്ക് പിടിച്ചു കാണും. ദേവിന്റെ ശബ്ദം കേട്ട് ഗൗരിക്ക് സംശയം തോന്നിയെങ്കിലും അവളത് ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. എന്നിട്ട് കുഞ്ഞിട്ടന്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി. കുഞ്ഞിട്ടന്റെയും ഗൗരിയുടെയും കണ്ണും നോക്കിയുള്ള ചിരി ദേവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇതാണ് കളി. ദേവിനെ അവർക്ക് ശരിക്കും അറിയില്ല. ഇതിനെന്തെങ്കിലും നടപടി എടുത്തേ തീരൂ എന്നവന് തോന്നി. ഈ തൊപ്പി എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് ഏട്ടന് തരൂ. ഗൗരിയുടെ തലയിൽ കിടന്ന ഓരത്തൊപ്പി എടുത്ത് ദേവ് അവന്റെ തലയിൽ വെച്ചു. അതോടെ ഗൗരിയിലെ ഭദ്രകാളി സടകുടിഞ്ഞ് എണീറ്റു. ഹേയ്, അതിവിടെ വെച്ചേക്ക്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഗൗരി തിരിഞ്ഞു നോക്കാതെ അവനോട് കലിപ്പിൽ പറഞ്ഞു. കുഞ്ഞുട്ടനും ദേവിനെ രൂക്ഷമായി നോക്കി. ഓഹോ, അപ്പൊ മോൾക്ക് മിണ്ടാനൊക്കെ കഴിയോ? ഏട്ടൻ വിചാരിച്ച ചൂമയാണെന്ന്. ഇതേതായാലും ഇവിടെ കിടക്കട്ടെ. ദേവ് ആ തൊപ്പിയെടുത്ത് അവന്റെ തലയിൽ വെച്ചു. മരക്കോന്തൻ, മഞ്ഞത്തവള. ഗൗരി കലിപ്പ് സഹിക്കാൻ കഴിയാതെ പിറുവിറുത്തു. എന്തോന്നാ, വല്ലതും പറഞ്ഞോ തമ്പ്രാട്ടി? ദേവ് തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലേ. കുഞ്ഞിട്ടിന് അവന് നേരെ കൈകൂപ്പി. നിങ്ങളെന്തേ ഞാൻ വിളിച്ചിട്ട് നോക്കാതിരുന്നേ? ദേവ് കുഞ്ഞിട്ടിനോട് ചോദിച്ചു. അത് പിന്നെ ഞങ്ങളൊരു അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്യായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്ന് വിളിച്ചത് ഞങ്ങൾ കേട്ടില്ല അല്ലടാ. ഗൗരി കുഞ്ഞിട്ടിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുറുക്കി പറഞ്ഞു. അത് കണ്ട് കുഞ്ഞിട്ടിനും ചിരി വന്നു. ഓ, വലിയ പുല്ലിയാണപ്പോ. എന്താണാവോ ആ അന്താരാഷ്ട്ര കാര്യം? ദേവ് ഫീലിങ്സ് പുച്ഛത്തിൽ ചോദിച്ചു. അത് ഒരുത്തനെ കാലുവാരി എങ്ങനെ നിലത്തടിക്കാം എന്നാണ് വിഷയം. മാഷിന് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഗൗരി ദേവിനോട് പറഞ്ഞു. ഏയ്, നിങ്ങൾ ഐഡിയാസ് പറ, ഞാൻ കൈയടിച്ച് വിജയിപ്പിക്കാം. അതും പറഞ്ഞ് മുകളിലേക്ക് നോക്കി. നല്ല വിളഞ്ഞ തേങ്ങ. ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്താ നാളത്തെ പത്രത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വരുന്ന കാര്യം ഷുവറാണ്. അതെ, നമ്മൾക്ക് ചർച്ച ഇവിടുന്ന് മാറ്റിയാലോ? തേങ്ങ തലയിൽ ചാടി ബുദ്ധിജീവി ചത്തു എന്ന് പത്രത്തിലൊക്കെ വരുത്തി നാട്ടുകാരെ അറിയിക്കണോ? തെങ്ങിൻ ചൂട്ടിലിരുന്ന് റിസ്ക് എടുക്കണോ? തേങ്ങെങ്ങാനും തലയിൽ വീണ തേങ്ങയ്ക്ക് അതൊരു മാനക്കേടല്ലേ? അവര് സ്വസ്ഥമായി ചാടിപ്പോയിക്കോട്ടെ, നമ്മൾക്ക് മാറിയിരിക്കാം. ചാമ്പ് കുറച്ച് വെറൈറ്റി ഒക്കെ വേണ്ടേ? ദേവ് കഴിയുന്നത്ര ഗൗരിയെ ഇട്ട് വാരി. ഗൗരിക്കഴിൽ ചൊറിഞ്ഞു വരുന്നുണ്ട്. നീരസം മറച്ചു വെച്ച് ഗൗരി മുകളിലേക്ക് നോക്കി. ഈ കോപ്പൻ പറഞ്ഞത് നേരാണല്ലോ. തലയിൽ ചാടുന്ന പോലെ ഉണ്ടല്ലോ ദേവി. തേങ്ങെങ്ങാനും വീണ എന്റെ കാറ്റ് പോയത് തന്നെ. ഈ ജന്തുവിന്റെ മുന്നിൽ എന്റെ മാനം പൊട്ടി ചൂർന്നു പോവും. മുഖം കൂട്ടി അവൾ കുഞ്ഞുട്ടനെ പാളി നോക്കി. അവന് മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. പണി പാളി എന്ന മട്ടിൽ ഈ കുരിശിനെ എങ്ങനെയും ഇവിടെ നിന്ന് ഓടിക്കണം. അതിനിപ്പോ എന്തൊരു വഴി? പെട്ടെന്ന് ഗൗരിയുടെ തലയിൽ ഒരു ബൾബ് മിന്നി തെളിഞ്ഞു കത്തി. അസല് വീടിൻ കുന്നംകുളം. മാഷേ, നമ്മൾ ന്യൂട്ടൻ ചേട്ടൻ ആപ്പിൾ തലയിൽ വീണല്ലേ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച്? അങ്ങനെ തേങ്ങ തലയിൽ വീണ് ഞാനും വല്ല കണ്ടുപിടുത്തവും നടത്താനുള്ള കഠിന ശ്രമത്തിലാണ്. ഗൗരി തട്ടിവിട്ടു. കണ്ടുപിടിക്കും, പക്ഷേ പരലോകെന്ന് മാത്രം. ദൈവം വിട്ടുകൊടുത്തില്ല. ദേ മനുഷ്യ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടോ. എന്താ വേണ്ടതെന്ന് പറഞ്ഞു തന്നു സ്ഥലം ഒഴിവാക്കാമായിരുന്നു. ഗൗരി ശുഷ്ടിയോടെ പറഞ്ഞു. എനിക്ക് ഒരാളെ മലർത്തി അടിക്കണം. ഇതിന് വല്ല വഴിയുണ്ടോ നിന്റെ അടുക്കല്? നാക്കിന്റെ നീളം എത്ര ഉണ്ടല്ലോ. അതെ, നാവിന്റെ നീളമൊന്നും വളയ്ക്കാൻ നിൽക്കണ്ട. മലർത്തി അടിക്കാനല്ലേ? നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം. അതെ മാഷേ, ആ ഒരുത്തൻ വരുന്ന വഴിയിലെ നിറയെ കൂട്ടിയിട്ടാ മതി. കൂട്ടിയെന്ന് കേട്ടതും ദേവിന്റെ മുഖഭാവം മാറി വന്നു. അറിയാതെ നടുവിലൊന്നും തലോടിപ്പോയി. എന്നിട്ട് ദേവിന് കലി കരിപ്പിലങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. നെറ്റി ചുളിച്ച് പല്ല് കടിച്ച് മുഷ്ടി ചുരുട്ടി മീശയും പിരിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. മടക്കി കുത്തിയ മുണ്ട് പിടിവിട്ട് താഴേക്ക് വീണു. ഷർട്ടിന്റെ കൈ ഒന്നുകൂടെ മുകളിൽ കയറ്റി കയ്യിൽ ധരിച്ചിരുന്ന വെള്ളിവള കയറ്റി ഒതുക്കി നിർത്തവേ അവസാനം പറഞ്ഞതും അവന്റെ കർണപടത്തിൽ ചെന്ന് അലച്ചു. എന്നിട്ടെന്താ, നട്ടപ്പാതിരിക്കാവായി ഓടിക്കാന്ന്? സംഗതി കളറാവും. ഞാനേ ഒരുത്തനിട്ട് പരീക്ഷിച്ചു. അവൻ വായ വെട്ടിയിട്ട പോലെ വീണു. മോനെ ആരവേ, വല്ലാണ്ട് കളിച്ചാൽ നിനക്കും ഞാനിട്ടൊന്ന് ട്രൈ ചെയ്യും. ആ മോന്തിയുടെ ഷേപ്പ് പിന്നെ ചുളുങ്ങിയ അലൂമിനിയ കുടുക്കയുടെ മൂട്ടിക്ക് നോക്കിയ പോലെ ഉണ്ടാവും. അതും പറഞ്ഞ് ഗൗരി ഒരു തിരിച്ചിലങ്ങോട്ട് തിരിഞ്ഞു. ഹെവി കണ്ടുമുട്ടൽ.
ഈ കിളവനെ ഞാൻ എവിടെയോ. ഓർക്കും തോറും വായിലെ വെള്ളം പറ്റി ഗൗരി ഉരുകി നിന്നു. ദേവി, കാലൻ! കയ്യിൽ പിടിച്ചിരുന്ന ഓലയ്ക്ക് കാറ്റിൽ പറത്തി ഗൗരി എണീറ്റ് നിന്നു. ഈ വീരപ്പൻ എങ്ങനെ ഇവിടെ? നവരസങ്ങൾ അവളുടെ മുഖത്ത് മിന്നി മറഞ്ഞു. ദേവിന്റെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. ഇതാ ധാവണിക്കാരി തള്ളയല്ലേ ഡി എന്ന് അലറി വിളിച്ച് ദേവ് തലയിൽ നിന്ന് തൊപ്പി വലിച്ചൂരി. അവളുടെ അമ്മൂമ്മയുടെ ഒരു തൊപ്പി. അപ്പൊ നീയാണ് എന്നെ വീഴ്ത്തിയതല്ലേ എന്നും ചോദിച്ച് ഉപ്പറ്റി കൊണ്ട് മുണ്ട് കറക്കിയെടുത്ത് കയ്യിൽ പിടിച്ചു. മുന്നിലെ കരിങ്കല് കഷ്ണം കാലുകൊണ്ട് തട്ടിമാറ്റി ദേവ് അവർക്ക് നേരെ ഒരു വരവം കൊണ്ട് വന്നു. അവൻ വലിച്ചെറിഞ്ഞ തൊപ്പി ക്യാച്ച് പിടിച്ചു. അത് റെഡിയാക്കിക്കൊണ്ട് നിന്ന് കുഞ്ഞുട്ടനെ നോക്കി ഗൗരി വെപ്രാളത്തോട് പറഞ്ഞു, കുഞ്ഞുട്ടാ ഓടിക്കോടാ, കയ്യിൽ എങ്ങനെ കിട്ടി കിളവ് നമ്മൾ ഇടിച്ച് പിഴിയും. ദേവിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് കുഞ്ഞുട്ടൻ ഭയന്ന് വിറച്ചു. ശരിയായി ചേച്ചി, ജല്ലിക്കെട്ടിനിടെ ഇടഞ്ഞുപോയ കാളയാണിടാ ഇത്. കുഞ്ഞുട്ടാ വിട്ടോടാ. ധാവണയും പൊക്കി പിടിച്ച് ഗൗരി കല്ലുകൾക്ക് മുകളിലൂടെ എടുത്ത് ചാടി. ഗൗരി ജീവനും കൊണ്ട് ഓടി. പിന്നാലെ കുഞ്ഞുട്ടനും. എങ്ങോട്ടാടി ഓടിപ്പോണത്? നിൽക്കടി അവിടെ. ദേവിന്റെ അലർച്ച പിറകിൽ നിന്നും അവൾ കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. ഗൗരി ഓടി രക്ഷപ്പെടുമെന്ന് കണ്ട ദേവ് നിലത്ത് കിടന്ന കരിക്കും തൊണ്ടെടുത്ത് അവൾക്ക് നേരെ വീശിയെറിഞ്ഞു. കൃത്യം അത് ഗൗരിയുടെ നടപ്പുറത്ത് പോയി കൊണ്ടു. അമ്മച്ചിയെ! വലിയൊരു ശബ്ദത്തോടെ ഗൗരി നിലത്തേക്ക് വീണു. അല്ല, ദേവിനെ സാഷ്ടാംഗം പ്രമാണിച്ചുകൊണ്ട് കിടന്നു. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരം നിലയ്ക്കുന്ന സമയം. വേറൊന്നല്ലോ, ക്ലോക്കിലെ ബാറ്ററി മാറ്റി ചുവരിൽ കൊളുത്തിക്കൊണ്ടിരുന്ന ഉണ്ണിയുടെ അച്ഛൻ. ഗൗരിയുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ട് ഭയന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അറിയാതെ ആ സാധനം താഴേക്ക് ചാടി. ചിലക്ക് അവിടെയും പൊട്ടി ഒരു പന്നി ബോംബ്. ഈശ്വര, എന്റെ കുട്ടി! ഗൗരിയുടെ ശബ്ദമാണെന്ന് മനസ്സിലായ ഉടനെ അയാൾ കയറി നിന്നിരുന്ന സ്റ്റൂളിൽ നിന്നും ഇറങ്ങി മുറ്റത്തേക്ക് ഓടി. കമിനടിച്ച് വീണ് ഗൗരിയാണെങ്കിൽ എണീക്കാൻ വയ്യായിരുന്നു. വയറ് കല്ലിൽ കുത്തി അസഹ്യമായ വേദന. നടുവിലാങ്കി കരിക്കും തൊണ്ടുകൊണ്ട് ഏറും കിട്ടിയിരുന്നു. അടിയിടി ഇന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അതാണ് പുട്ടിൽ തേങ്ങയിട്ട പോലെ ഇടയ്ക്കിടെ കിട്ടിക്കൊണ്ട് നിൽക്കുന്നു. മുമ്പത്തെ പോലല്ല. അവൾക്ക് ഇപ്രാവശ്യം നല്ലോണം വേദനിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുട്ടൻ അവളെ എഴുന്നേൽപ്പിക്കാൻ ഒരു പാശ്രമം നടത്തിയെങ്കിലും അടുത്തു വരുന്ന ദേവിനെ കണ്ട് അവൻ ഭയപ്പെട്ടു. മാറി നിൽക്കട ചെക്ക എന്നുള്ള ദേവിന്റെ ആജ്ഞ അവൻ അക്ഷരം പ്രതി അനുസരിച്ചു. ഗൗരിയുടെ കണ്ണിൽ നിന്നും വെള്ളം വേദന കൊണ്ട് കുടുകുടെ ചാടാൻ തുടങ്ങിയിരിക്കുന്നു. അത് കണ്ട് കുഞ്ഞുട്ടനും കരയാൻ തുടങ്ങി. കരഞ്ഞെങ്കിലും ഈ ഡോണ് പോയാലോ? പക്ഷെ അവരുടെ കണ്ണീർ കണ്ടിട്ടൊന്നോളം ദേവിൽ തെല്ലും അലിവുണ്ടാക്കിയില്ല. പകരം വാശി കൂടി. അവൻ നിലത്ത് കിടന്ന ഗൗരിയുടെ കൈവിരിൽ പതിയെ ചവിട്ടിക്കൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കി. ഗൗരിയുടെ വയറും കാലുമുട്ടും കല്ലിൽ ഉരിഞ്ഞു മുറിവായിട്ടുണ്ട്. തൊലി അടർന്നു മാറി ചോര കിനിയുന്ന ഹെവി വേദനയുടെ സുഖത്തിലാണ് ഗൗരി. അതിൻ്റെ ഇടയ്ക്ക് ഓന്റെ ഒരു തോണ്ടലും കുത്തലും. അമ്മ! അവൾ കിടന്ന് ഞെളിപിരി കൊണ്ടു. മുറിവിന്റെ വേദനയും അവന്റെ മുന്നിൽ വീണതിന്റെ സങ്കടത്തിലും ഗൗരിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. പാവാട മുട്ടോളം പൊങ്ങിയിട്ടുണ്ട്. അതിന്റെ മാനക്കേടൊക്കെ കൂടി അവൾക്ക് സഹിക്കാൻ പറ്റാതായി. കണ്ണും ചുവപ്പിച്ച് പുച്ഛിച്ച് ചിരിച്ചു മുന്നിൽ നിൽക്കുന്ന ദേവിനെ ഗൗരി തീപ്പാറും കണ്ണുകളോടെ ഒന്ന് നോക്കി. ഡാ കാലമാടാ, നീ എന്നെ വീഴ്ത്തിയിടുവല്ലടാ, നിനക്കുള്ള ഞാൻ തരാട്ടോ. അവൻ എറിഞ്ഞ അതേ കരിക്കും തൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കി ഗൗരി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എനിക്ക് അങ്ങനെ തന്നെ ഏറ്റുമുറിച്ച് സഹായിക്കണോ? നിൽക്കാൻ പഠിക്കുന്ന കൊച്ചുകുട്ടികളെ പോലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഗൗരിയെ കണ്ട് ദേവ് കളിയാക്കി. മുഖം കുറച്ചു ഭാഗം ഒഴികെ ബാക്കിയെല്ലാം ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ഗൗരിയെ കണ്ട് ദേവ് വാ പൊത്തി ചിരിച്ചു. കണ്ണിലേക്ക് കൂടി കുറച്ച് വാരിയിടട്ടെ, കണ്ണിലേക്ക് മണ്ണ് പോയ നല്ല സുഖാണ്. ദേവ് അവൾക്ക് നേരെ കയ്യും കെട്ടി നിന്നും. ഈ കോപ്പ് തിരിച്ചടി തുടങ്ങിയത് റിവഞ്ച് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. എൻ്റെ അമ്മ എങ്ങനെ പരലോകം കണ്ടു. ഗൗരി ഒരു ആത്മകഥം പറഞ്ഞുകൊണ്ട് കയ്യിലുള്ളത് ഒന്നുകൂടെ മുറുകെ പിടിച്ചു. അവസരം കിട്ടുമ്പോൾ ഈ കാലിന് നേരെ പ്രയോഗിക്കാനുള്ളത്. വീഴുമ്പോൾ പാവാടയ്ക്ക് പിടിച്ചോണം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ബോധം പോവും. ഗൗരിയെ നോക്കി ദേവിന്റെ വായിൽ നിന്നും ആ വാക്കുകൾ ഉതിർന്നു വീണതും സെക്കൻഡുകൾക്കകം അവളുടെ കൈ ചലിച്ചു. പറഞ്ഞ് നാക്കെടുത്തത് മാത്രമേ ഓന് ഓർമ്മയുണ്ടാവൂ. അതിനു മുന്നേ കരിക്കുന്നുണ്ട് അവന് നേരെ കുതിച്ച് ഉയർന്നു കഴിഞ്ഞിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവും മുന്നേ നെറ്റിത്തടം ലക്ഷ്യമാക്കി വന്ന തൊണ്ടിൽ നിന്നും രക്ഷ എന്നോണം അവൻ പിറകിലേക്ക് മറിഞ്ഞു. തല തൊട്ടില്ലെന്ന മട്ടിൽ തൊണ്ടു ചെന്ന് താഴേക്ക് വീണു. മനുഷ്യദൈവങ്ങൾ കാത്തു. ദേവിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയർന്നു. ഇപ്പൊ തന്നെ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകിയേനെ. വല്ലാത്തൊരു ജീവി തന്നെ. ശ്വാസം വിട്ടുകൊണ്ട് അവൻ കണ്ണും വീഴ്ച അവളെ നോക്കി. കുട്ടിത്തേവാങ്ക് ഭദ്രകാളി, എന്താടാ ഉണ്ടക്കണിട്ട് നോക്കുന്നത്? ഭയങ്കര വലിയ ഡയലോഗായിരുന്നല്ലോ. ഇപ്പൊ കണ്ടു തന്റെ പേടി. പേടിയോ? എനിക്കോ? നേർക്ക് വരുന്ന സാധനം മേല് തട്ടാതെ ഒഴിഞ്ഞു മാറാനും വേണം ഒരു കഴിവൊക്കെ. ആ കഴിവ് തന്നെ ഒന്ന് കാണിച്ചു തന്നതാണ്. കേട്ടോടി മരക്കൂന്തി. ആണോ? അറിഞ്ഞില്ലേ എന്ന്. ഗൗരിയും വിട്ടുകൊടുത്തില്ല. അപ്പോഴേക്കും മനയിലുള്ളവരൊക്കെ ഒത്തുതീർപ്പിന് എത്തി തുടങ്ങിയിരുന്നു. അത് കണ്ടിട്ടും ഗൗരിയും ദേവും കുലുങ്ങിയില്ല. വീണ്ടും വീണ്ടും വഴക്ക് കൂടിക്കൊണ്ടിരുന്നു. ഇതിനിടെ ദേവ് ഗൗരിയുടെ കൊല്ലിക്ക് പിടിച്ചൊന്ന് ഞെക്കി. ശ്വാസം മുട്ടിയ ഗൗരി മുട്ടുകാലിന്റെ വേദന മറന്ന് കാലുമടിക്ക് ഒന്നാഞ്ഞു കുത്തിയതും ദേവിന്റെ പിടി താനെ അഴിഞ്ഞു.
അമ്മയെന്ന് വിളിച്ച് അവൻ ചുരുണ്ടുകൂടി നിലത്തേക്ക് ഒരു പോക്കായിരുന്നു. മർമ്മത്തി ഇടികൊണ്ട് ഏതാനയും തൊഴുതിരിക്കും. ദേവൻ തന്നെ വളച്ച പാപ്പാന്റെ മുന്നിൽ തല കുമ്പിട്ടിരുന്നു. ഈ തള്ളക്ക് ഇത്ര ശക്തിയോ? ദേവ് വേദന കൊണ്ട് പുളഞ്ഞുപോയി. ഡീന്നും വിളിച്ചു എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും അവന് കഴിഞ്ഞില്ല. കുഞ്ഞുട്ടിനെ ദേവിനെ കണ്ട് പാവമൊക്കെ തോന്നുന്നുണ്ട്. ആ ഇരുത്തും കണ്ടാൽ അറിയാം നല്ലോണം വേദനിച്ചെന്ന്. സംഹാര താണ്ഡവമാടി നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവന് ഒഴിഞ്ഞു കൊടുക്കാനും പേടി. സ്ഥിതി അതീവ ഗുരുതരം. ഗൗരിയും കണ്ണുമേച്ച് നിൽക്കാണ്. എവിടെ ഞാനിപ്പോൾ ഇടിച്ചത്? ദേവി, വീരപ്പന്റെ കാറ്റെങ്ങാനും പോവും, പണിയാവോ? അവൾ ചുറ്റും നിൽക്കുന്നവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. കൂടി നിന്നവരിലും ഒരു അയ്യോ ഭാവം കാണുന്നു. ദേവാണെങ്കിൽ കൂടുതൽ കുനിയുന്നു. എന്നാൽ അത് നിവരുന്നില്ല. ഇത് സീനാണ് ഗൗരി. എസ്കേപ്പ്. പാവാടയിലെ മണ്ണും തട്ടി ഗൗരി മെല്ലെ അവിടെ നിന്ന് മുങ്ങി. ഗൗരി പോയിട്ടാണ് ഉണ്ണിയുടെ അച്ഛൻ വരുന്നത്. ദേവിന്റെ ഇരുത്തം കണ്ട് സംഗതി അത്ര പന്തിയല്ലെന്ന് ആൾക്ക് മനസ്സിലായി. വിളിച്ചിട്ട് എണീക്കുന്നില്ല. കേശവട്ടം മണിമണിയായി ഓരോന്ന് വിവരിച്ചു കൊടുക്കുമ്പോൾ വായും പൊളിച്ച് നിൽക്കാനേ അങ്ങേർക്കായുള്ളൂ. ഗൗരി കളരിങ്ങാനും പഠിച്ചിട്ടുണ്ടോ? ദേവിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹം നിർബന്ധിച്ച് അവനെയും കൊണ്ട് അകത്തേക്ക് പോയി. ഒരടി വെക്കാൻ പോലും അവൻ അശക്തനായിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു ദേവിൽ ഗൗരി പ്രയോഗിച്ച മർമ്മമന്ത്രം. സത്യത്തിൽ ഉണ്ണിയുടെ അച്ഛൻ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. എന്റെ കുട്ടിയാള് തരക്കേടില്ലല്ലോ. ഇവിടെ ദേവിന്റെ അടിവേരിളക്കും. ദിസ് കലിപ്പൻ, ദാറ്റ് കലിപ്പൻ, ഒരേ കലിപ്പൻ. ഈ കലിപ്പൻ സ്വാമി എങ്ങനെ ഇവിടെ എത്തി കുഞ്ഞിട്ടാ? നാട്ടിൽ നിന്ന് തന്നെ അവന്റെ കോർണിയെ ഞാൻ തച്ചുടിച്ചതാണ്. ഇപ്പൊ എവിടെയാവും? ഷാ, അവിടെ നിന്ന് സഹിച്ചു മതിയായെന്ന് ഇവനെ പേടിച്ച് അച്ചമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സിംഹത്തിന്റെ മുന്നിലേക്കാണല്ലോ ദേവി വന്ന് പെട്ടത്. ഇനിയിപ്പോ ഇവിടെ നിന്നോടി രക്ഷപ്പെടേണ്ടി വരുമോ? ആ കൂപ്പിന്റെ ഒടുക്കത്തെ ശക്തി കൊല്ലിയിളയ്ക്കുന്നു തോന്നണ്. കഴുത്തിൽ പിടിച്ച് ഒഴിഞ്ഞ് തിരുമുന്ന കുഞ്ഞുട്ടനോട് ഗൗരി പറഞ്ഞു, ഇനി നിന്റെ വക കൂടി എന്റെ കഴുത്തിന് പണി കൊടുക്കല്ലോ. ഉണ്ടാക്കി നേർക്ക് നേരെ വരിക. മതി ഒഴിഞ്ഞത്. എന്തൊരു വേദന. ഏച്ചി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? കണ്ടപാടെ കഴിച്ചു കയറുന്ന കണ്ട് ചോദിച്ചതാ. അതൊക്കെ ഒരു വലിയ കഥയാണ്. ഞാനത് ആരവാന്ന് വിചാരിച്ചു പറഞ്ഞെന്ന്. ആരവേട്ടനോ? ആ ഏട്ടനെ കൊണ്ട് വിടാനാണ് ഉണ്ണേട്ടൻ പോയത്. എന്തായാലും ഈ ഏട്ടൻ പൊളിയാണ് കേട്ടോ. കരിക്കുന്നുണ്ട് അടക്ക എറിയും പോലെയല്ലേ കരക്കി എറിഞ്ഞത്. വരും ചേട്ടൻ തന്നെ. ആ 6 അടി പൊക്കവും മസിലും ലുക്കും. കുഞ്ഞിയുടെ ദേവിനെ പൊക്കി പൊക്കി സംസാരിച്ചു. ഡാ, നീ അവനെ പൊക്കി പൊക്കി ആകാശം ഉന്തി വിടും. അറിയാൻ മേലിട്ട് ചോദിക്കാണ്, നീ എന്റെ അനിയനാണോ അതോ അവന്റെ അനിയനോ? ഗൗരി മുഖം കൂട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്റെ പൊന്നിയേച്ചി, ഞാൻ നിങ്ങളെ അനിയൻ തന്നെയാണ്. ആ ചേട്ടനെ കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി, അങ്ങനെ പറഞ്ഞതാ. ആണോ? എന്നാലേ എന്റെ മോനാ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്. ഇനി എന്നെ ഇഷ്ടപ്പെട്ടാ മതി കേട്ടോ. അയ്യോ, ചേച്ചിക്കുട്ടിന്റെ പൊന്നല്ലേ. അവർ രണ്ടുപേരും കൊഞ്ചിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഉണ്ണി വരുന്നത്. ഗൗരി, നീ എന്താ ദേവിനെ ചെയ്തേ? വന്നപാടെയുള്ള ഉണ്ണിയുടെ ചോദ്യം ഗൗരിക്ക് തീരെ പിടിച്ചില്ല. കൂട്ടുകാരൻ എന്തേലും ആയാൽ അത് വലിയ ദണ്ണാണ്. പെങ്ങൾക്ക് എന്തേലും പറ്റിയ എന്നുള്ള ചോദ്യം ഒന്നുമില്ല. ഗൗരിക്ക് ശുണ്ടി കയറി. നിനക്കൊന്നും പറ്റിയില്ല എന്നെനിക്കറിയാം, പക്ഷെ ദേവിന് അങ്ങനെയല്ല. എന്താ കുഞ്ഞിട്ടുണ്ടായത്? സത്യം പറഞ്ഞേ. ഉണ്ണി കുഞ്ഞിട്ടിനെ നോക്കി പീഡിപ്പിച്ചു. ദേവേട്ടൻ വന്ന് ഗൗരിയേച്ചിനെ കണ്ടു. പിന്നെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഏച്ചനേട്ടൻ കരിക്ക് തൊണ്ട് വെച്ച് എറിഞ്ഞു. അതിനിടയ്ക്ക് എന്തൊക്കെയോ ഉണ്ടായി. ഒടുവിൽ കാലുമടക്കി ഏച്ചി ഒന്ന് കൊടുത്തു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. എടാ പെണ്ണ്, നീ ദേവിനെ ചവിട്ടിയത്? ചോദ്യം ഗൗരിയോടാണേലും മറുപടി പറഞ്ഞത് കുഞ്ഞുട്ടനായിരുന്നു. അത് ദേവചേട്ടനോട് ചോദിക്കണം. കൊടുത്ത ഏച്ചിക്ക് ഓർമ്മയുള്ളൂ. തലയ്ക്ക് കൈ കൊടുത്തിരുന്ന് പോയി ഉണ്ണി. ആ ചെക്ക് ശിഷ്ടകാലം ബ്രഹ്മചാരിയായി നിൽക്കേണ്ടി വരുന്ന തോന്നുന്നു. ഈശ്വര, അവനെ കാത്തോണി.